സർ പിന്നെ വരുന്നത് ഈ ജോയിൻറ്റ് പെയിൻ കൂടുതലും ഏജിങ് കാരണമാണോ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം യങ്ങർ പീപ്പിളിനും കൂടുതൽ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഇതിൽ വരുന്ന സിംറ്റംസ് സൈൻസ് ഒക്കെ എന്താണ്, നമ്മൾ എത്ര പെട്ടെന്നാണ് സാറിന് അല്ലെങ്കിൽ മാഡത്തിനെ കൺസൾട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയാണ്? ഓക്കെ, ഏജ് എന്ന് പറയുമ്പം ഏജ് റിലേറ്റഡ് ജോയിൻറ്റ് ചേഞ്ചസ് എന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏജ് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അതായത് തേയ്മാനത്തിനാണ് ഏജ് ഒരു ക്രൈറ്റീരിയ. പക്ഷേ വേറെ തരത്തിലുള്ള ആർത്രൈറ്റിസ്, ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത് മിഡിൽ ഏജ് ഗ്രൂപ്പിലാണ്. അപ്പോൾ അത് ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷൻ കാരണം, അല്ലാതെ ജോയിൻറ്റ് ഏജിങ്, അതായത് ജോയിൻറ്റിന് പ്രായം കൂടി തേയ്മാനം വന്നതുകൊണ്ട് വരുന്ന ആർത്രൈറ്റിസ് അല്ല ഈ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുമ്പം ശരീരത്തിൽ മൊത്തത്തിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാകുന്നത് കൊണ്ട് ജോയിൻറ്റിനെ ബാധിക്കുന്നു. അത് ഏത് പ്രായത്തിൽ വേണമെങ്കിലും വരും. ചിലർക്ക് ലേറ്റ് ഓൺസെറ്റും ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് വരാം. കുട്ടികൾക്കും ഇതുപോലെ ആർത്രൈറ്റിസ് വരാം. ഒരു ഇൻഫെക്ഷൻ കാരണം റുമാറ്റിക് ഹാർട്ട് ഡിസീസിൻ്റെ ഒപ്പം തന്നെ ജോയിൻസിനെയും ബാധിക്കാം. അപ്പം ഇൻഫെക്ഷൻ കാരണവും വരാം, നമുക്ക് ശരീരത്തുണ്ടാകുന്നതായിട്ടുള്ള ഇൻഫ്ലമേഷൻ കാരണവും വരാം. പിന്നെ പ്രായമാവുന്നവർക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന അസുഖം കൂടെ വരാം. അപ്പം ഏജ് ആ രീതിയിലാണ് ബാധിക്കുന്നത്.